ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ഇന്ത്യയിലെ ഔദ്യോഗിക അംബാസിഡർ ആരാണ്? സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസൺ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ഇന്ത്യയിലെ ഔദ്യോഗിക അംബാസിഡർ സഞ്ജു സാംസൺ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ഇന്ത്യയിലെ ഔദ്യോഗിക അംബാസിഡറാണ് സഞ്ജു സാംസൺ. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ബ്രസീലാണ്. ബ്രസീൽ 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ബ്രസീലാണ്. ബ്രസീൽ. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരിക്കും? ഇന്ത്യയുടെ സ്ഥാനം 10ാമതാണ് കേട്ടോ. 10ാമതാണ് ഇന്ത്യയുടെ സ്ഥാനം. 10. 6 സ്വർണ്ണ മെഡലും 9 വെള്ളി മെഡലുകളും 7 വെങ്കല മെഡലുകളും ഉൾപ്പെടെ 22 മെഡലുകൾ നേടിയാണ് ഇന്ത്യ ഈ ഒരു സ്ഥാനം കൈവരിച്ചിട്ടുള്ളത്. ഓക്കെ, 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ബ്രസീലാണ്. ഇന്ത്യയുടെ സ്ഥാനം 10. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയ സമിതിയിൽ ഉൾപ്പെട്ട ആദ്യ ട്രാൻസ്ജെൻഡർ വ്യക്തിയാണ് വിജയരാജ മല്ലിക. വിജയരാജ മല്ലിക സംസ്ഥാനത്തിൻ്റെ ആണ് കേട്ടോ. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയ സമിതിയിൽ ഉൾപ്പെട്ട ആദ്യത്തെ ട്രാൻസ്ജെൻഡർ വ്യക്തിയാണ് വിജയരാജ മല്ലിക. വിജയരാജ മല്ലിക. അടുത്തിടെ അറബിക്കടലിൽ വീശിയ ചുഴലിക്കാറ്റാണ് ശക്തി ചുഴലിക്കാറ്റ്. ഈ പേരിന് ഇപ്പം നമുക്കറിയാം, ചുഴലിക്കാറ്റുകളൊക്കെ വീശുന്ന സമയത്ത് അവയ്ക്ക് പേര് നൽകുന്നത് ഓരോ രാജ്യങ്ങളായിരിക്കും. അതിന് പല അടിസ്ഥാന വിവരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളത് വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പേര്, ശക്തി എന്ന ഈ ഒരു പേര് നൽകിയത് ശ്രീലങ്കയാണ് കേട്ടോ. ശ്രീലങ്കയാണ് ശക്തി എന്ന പേര് നൽകിയിട്ടുള്ളത്. അടുത്തിടെ അറബിക്കടലിൽ വീശിയ ചുഴലിക്കാറ്റാണ് ശക്തി എന്നാണ് പേര് നൽകിയത് ശ്രീലങ്ക. അടുത്തൊരു സെറ്റും കൂടെ വായിച്ചിട്ട് നമുക്ക് റിവൈസ് ചെയ്യാം. ഇന്ത്യയുടെ 2ാമത്തെ ആൻറ്റി സബ്മറീൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആന്ത്രോത്ത് കമ്മീഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഇന്ത്യയുടെ രണ്ടാമത്തെ ആൻറ്റി സബ്മറീൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ് ആന്ത്രോത്ത്. ഇന്ത്യയുടെ രണ്ടാമത്തെ ആൻറ്റി സബ്മറീൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ് ആന്ത്രോത്ത്. ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് റഷ്യ. ഭൗതികശാസ്ത്ര നൊബേൽ 2025 നേടിയത് ആര് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ വൈദ്യശാസ്ത്രത്തിലെ നൊബേൽ ജേതാക്കളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഭൗതികശാസ്ത്രം മാത്രമല്ല മറ്റ് നൊബേലും കൂടെ നോക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഭൗതികശാസ്ത്ര നൊബേൽ 2025 നേടിയത് 3 പേരാണ്. ജോൺ ക്ലാർക്ക്, മൈക്കൽ എച്ച് ഡൊവററ്റ്, ജോൺ എം മാർട്ടിനസ്. ജോൺ ക്ലാർക്ക്, മൈക്കൽ എച്ച് ഡൊവററ്റ്, ജോൺ എം മാർട്ടിനസ്. ഭൗതികശാസ്ത്ര നൊബേൽ 2025 ജേതാക്കളാണ് ജോൺ ക്ലാർക്ക്, മൈക്കൽ എച്ച് ഡൊവററ്റ്, ജോൺ എം മാർട്ടിനസ്. ക്ലാർക്ക്, ഡൊവററ്റ്, മാർട്ടിനസ് ഭൗതികശാസ്ത്രത്തിൻ്റെ നൊബേൽ സമ്മാന ജേതാക്കളാണ്. ഇനി എന്തിനാണ് ഇവർക്ക് ഈ ഒരു നൊബേൽ നേടാൻ സാധിച്ചത്? എന്താണ് ആ വിഷയം? ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ മൈക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിൻ്റെയും ഊർജ ക്വാണ്ടൈസേഷൻ്റെയും കണ്ടുപിടുത്തത്തിനാണ് ഈ ഒരു നൊബേൽ ഇവർക്ക് ലഭ്യമായിട്ടുള്ളത്. ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിലെ മൈക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്സിൽ ടണലിങ്ങിൻ്റെയും ഊർജ ക്വാണ്ടൈസേഷൻ്റെയും കണ്ടുപിടുത്തത്തിനാണ് ഭൗതികശാസ്ത്ര നൊബേൽ 2025 ലഭിച്ചിട്ടുള്ളത്. ജോൺ ക്ലാർക്ക്, മൈക്കൽ എച്ച് ഡൊവററ്റ്, ജോൺ എം മാർട്ടിനസ്. ക്ലാർക്ക്, ഡൊവററ്റ്, മാർട്ടിനസ് ഭൗതികശാസ്ത്രം. PV സ്വാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡ് ഈ വർഷം ലഭിച്ചിട്ടുള്ളത്
കെ മാധവനാണ്. കെ മാധവൻ. PV സ്വാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡ് ജേതാവ് കെ മാധവൻ. കെ മാധവൻ. അപ്പോൾ കുറച്ചധികം പോയിന്റ്സ് ആയിട്ടുണ്ട്, നമുക്ക് റിവൈസ് ചെയ്യാം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ഇന്ത്യയിലെ ഔദ്യോഗിക അംബാസഡർ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ഇന്ത്യയിലെ ഔദ്യോഗിക അംബാസഡർ സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസൺ. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മെഡൽ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയത് ബ്രസീലാണ്. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ പട്ടികയിൽ 1-ാം സ്ഥാനം ബ്രസീലിനും ഇന്ത്യയുടെ സ്ഥാനം 10-മാണ്. 22 മെഡലോടുകൂടിയാണ് ഇന്ത്യ 10-ാം സ്ഥാനത്ത് എത്തിയത്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയ സമിതിയിൽ ഉൾപ്പെട്ട ആദ്യ ട്രാൻസ്ജെൻഡർ വ്യക്തിയാണ് വിജയരാജ മല്ലിക. വിജയരാജ മല്ലിക. അടുത്തിടെ അറബിക്കടലിൽ വീശിയ ചുഴലിക്കാറ്റ് ശക്തി ചുഴലിക്കാറ്റാണ്. പേര് നൽകിയ രാജ്യം ഓർമ്മയുണ്ടോ? ശ്രീലങ്കയാണ്. ശ്രീലങ്ക. ഇന്ത്യയുടെ രണ്ടാമത്തെ ആൻറ്റി സബ്മറൈൻ വാട്ടർഫെയർ ഷാലോ ക്രാഫ്റ്റ് സബ്മറൈൻ ആണ് കേട്ടോ. മലയാളത്തിൽ എഴുതി നോക്കണ്ട, സബ്മറൈൻ ആണ്. ആന്ത്രോത്ത് കമ്മീഷൻ ചെയ്തുകൊണ്ടാണ് ന്യൂസിൽ വന്നിട്ടുള്ളത്. ഇന്ത്യയുടെ രണ്ടാമത്തെ ആൻറ്റി സബ്മറൈൻ വാട്ടർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ് ആന്ത്രോത്ത്. ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം റഷ്യ. ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം റഷ്യയാണ്. ഭൗതിക ശാസ്ത്ര നൊബേൽ 2025 ജേതാക്കൾ ജോൺ ക്ലാർക്ക്, മൈക്കൽ H. ഡൊവററ്റ്, ജോൺ M. മാർട്ടിനസ്. എന്തിനായിരുന്നു ഈ ഒരു അവാർഡ്, നൊബേൽ സമ്മാനം ലഭിച്ചത്? ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ മൈക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിൻ്റെയും ഊർജ ക്വാണ്ടൈസേഷൻ്റെയും കണ്ടുപിടുത്തത്തിനാണ് ഭൗതിക ശാസ്ത്രത്തിൻ്റെ 2025 നൊബേൽ. PV സ്വാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡ് ഈ വർഷം നേടിയതാരാണ്? കെ മാധവനാണ്. കെ മാധവൻ. അടുത്തത് ഏഷ്യൻ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് 2025 ബ്രാൻഡ് അംബാസഡർ. ഏഷ്യൻ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് 2025 ബ്രാൻഡ് അംബാസഡറാണ് ശരത് കമൽ. ശരത് കമൽ. ഏഷ്യൻ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൻ്റെ 2025 ബ്രാൻഡ് അംബാസഡറാണ് ശരത് കമൽ. ശരത് കമൽ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ അസംബ്ലി ലൈൻ ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ അസംബ്ലി ലൈൻ ആരംഭിച്ചത് കർണാടകയിലാണ്. കർണാടക. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ അസംബ്ലി ലൈൻ ആരംഭിച്ചത് കർണാടകയിലാണ്. ഇന്ത്യൻ നാവികസേനയും യു കെയിലെ റോയൽ നേവിയും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി നാവിക അഭ്യാസമാണ് കൊങ്കൺ 25 എന്നത്. കൊങ്കൺ 25. ഇന്ത്യൻ നാവികസേനയും ഇന്ത്യയും UK-യും തമ്മിലുള്ള നാവിക അഭ്യാസമാണ് കൊങ്കൺ 25. ഇന്ത്യൻ നാവികസേനയും റോയൽ നേവിയും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി നാവിക അഭ്യാസമാണ് കൊങ്കൺ 25. ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഇന്ത്യൻ നാവികസേനയും UK-യിലെ റോയൽ നേവിയും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി നാവിക അഭ്യാസം ഏത് എന്ന് ചോദിച്ചാലും കൊങ്കൺ 25 ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. 2024 CH 2020 ബാറ്റർ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? 2024 പുരസ്കാരമാണ്. CH 2020 ബാറ്റർ പുരസ്കാരം നേടുന്നത് സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസൺ ആണ്. 2024 CH 2020 ബാറ്റർ പുരസ്കാരം ലഭിച്ചത് സഞ്ജു സാംസൺ ആണ്. മികച്ച ബൗളർ വരുൺ ആയിരുന്നു കേട്ടോ. മികച്ച ബൗളർ വരുൺ ആയിരുന്നു. 2024 CH 2020 ബാറ്റർ പുരസ്കാരം നേടിയത് സഞ്ജു സാംസണും മികച്ച ബൗളറായിട്ട് വരുന്നത് വരുണുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊന്ന് റിവൈസ് ചെയ്യാം. ഏഷ്യൻ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് 2025 ബ്രാൻഡ് അംബാസിഡർ പേര് ഓർക്കാൻ പറ്റുന്നുണ്ടോ? ശരത് കമൽ. നോക്കാതെ ഒന്ന് പേര് ഓർക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക കേട്ടോ. ആൻസേഴ്സ് മാക്സിമം ഇതിൽ സ്ക്രീനിൽ നോക്കാതെ ആൻസർ കിട്ടുന്നുണ്ടോയെന്നൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഇനി കറക്റ്റായിട്ട് ആൻസർ പറയാൻ പറ്റിയില്ലെങ്കിലും 4 ഓപ്ഷൻസ് കാണുമ്പോൾ ഇതായിരിക്കും, ഏകദേശം ഇതാവാനാണ് ചാൻസ്, ഞാനിതാണ് കേട്ടിട്ടുള്ളത് എന്നൊരു രീതിയിലേക്ക് ഒരു ഗസ് എടുക്കാനെങ്കിലും പറ്റണം. അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ റിപ്പീറ്റഡായിട്ട് പറയുന്നത് കേട്ടോ. ഏഷ്യൻ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് 2025 ബ്രാൻഡ് അംബാസിഡർ ശരത് കമലാണ്. ശരത് കമൽ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ അസംബ്ലി ലൈൻ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ അസംബ്ലി ലൈൻ ആരംഭിച്ചത് കർണാടക.
അടുത്തത് ഒരു നാവികാഭ്യാസത്തിൻ്റെ പേരാണ് നമ്മൾ പഠിച്ചത്, കൊങ്കൺ 25. ഒരിക്കലും ഈ പേര് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ UK റിലേറ്റ് ചെയ്ത് പറയില്ല. PSC ചോദ്യപേപ്പറൊക്കെ റെഫർ ചെയ്തവർക്കറിയാം നാവികാഭ്യാസം ഏത്, അല്ലെങ്കിൽ മറ്റ് കര നാവികാഭ്യാസം ഏത് എന്ന രീതിയിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. പേരുകളൊക്കെ കൺഫ്യൂസിങ് ആയിരിക്കും, നമുക്ക് അറിയില്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഇത്. അതുകൊണ്ടാണ് നമ്മളിത് മാക്സിമം എല്ലാം തന്നെ എല്ലാ പോയിന്റ്സും തന്നെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്, ശ്രദ്ധിച്ച് പഠിക്കേണ്ട ആവശ്യകത വരുന്നത്. ഇന്ത്യൻ നാവികസേനയും UK റോയൽ നേവിയും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി നാവിക അഭ്യാസമാണ് കൊങ്കൺ 25 എന്നത്. കൊങ്കൺ 25 ഇന്ത്യൻ നാവികസേനയും UK റോയൽ നേവിയും തമ്മിലുള്ള ഉഭയകക്ഷി നാവിക അഭ്യാസമാണ്. 2024 CH-2020 ബാറ്റർ പുരസ്കാരം ലഭിച്ചത് സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസൺ 2024 CH-2020 ബാറ്റർ പുരസ്കാരം സഞ്ജു സാംസൺ ആണ്. മികച്ച ബൗളർ വരും. അടുത്തത് മദ്രസ ബോർഡ് നിർത്തലാക്കുന്ന ആദ്യ സംസ്ഥാനം. മദ്രസ ബോർഡ് നിർത്തലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. മദ്രസ ബോർഡ് നിർത്തലാക്കുന്ന ആദ്യ സംസ്ഥാനമായിട്ട് ഉത്തരാഖണ്ഡാണ് മാറുന്നത്. MT വാസുദേവൻ നായർ അഭിമുഖം, സ്മരണ, നിരൂപണം, പ്രഭാഷണം എന്ന പുസ്തകം രചിച്ചത് പ്രീജിത്ത് രാജ് ആണ്. MT വാസുദേവൻ നായർ അഭിമുഖം, സ്മരണ, നിരൂപണം, പ്രഭാഷണം എന്ന പുസ്തകം രചിച്ചത് പ്രീജിത്ത് രാജ്. കേരളത്തിലെ ആദ്യത്തെ സമഗ്രമായ ഹീമോഫീലിയ പരിചരണ കേന്ദ്രം. കേരളത്തിലെ ആദ്യത്തെ സമഗ്രമായ ഹീമോഫീലിയ പരിചരണ കേന്ദ്രമാണ് കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഈ ഒരു കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിലെ ആദ്യത്തെ സമഗ്രമായ ഹീമോഫീലിയ പരിചരണ കേന്ദ്രമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കോട്ടയത്താണ് കേരളത്തിലെ ആദ്യത്തെ സമഗ്രമായ ഹീമോഫീലിയ പരിചരണ കേന്ദ്രം, കോട്ടയം. ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേനാ ദിനം ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേനാ ദിനം എന്നാണ് ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേനാ ദിനം. മദ്രസ ബോർഡ് നിർത്തലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. മദ്രസ ബോർഡ് നിർത്തലാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. MT വാസുദേവൻ നായർ അഭിമുഖം, സ്മരണ, നിരൂപണം എന്ന പുസ്തകം രചിച്ചത് പ്രീജിത്ത് രാജാണ്. ഒക്ടോബറിലായിരുന്നു ഈ ബുക്കിൻ്റെ റിലീസ്. MT വാസുദേവൻ നായർ അഭിമുഖം, സ്മരണ, നിരൂപണം, പ്രഭാഷണം എന്ന പുസ്തകം രചിച്ചത് പ്രീജിത്ത് രാജ്. കേരളത്തിലെ ആദ്യത്തെ സമഗ്രമായ ഹീമോഫീലിയ പരിചരണ കേന്ദ്രം കോട്ടയം മെഡിക്കൽ കോളേജ്. ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേനാ ദിനം ഒക്ടോബർ 8. അടുത്തത് VS അച്യുതാനന്ദൻ കേരള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? VS അച്യുതാനന്ദൻ കേരള പുരസ്കാരം ലഭിച്ചത് S രാമചന്ദ്രൻ പിള്ളയ്ക്കാണ്. VS അച്യുതാനന്ദൻ കേരള പുരസ്കാരം ലഭിച്ചത് S രാമചന്ദ്രൻ പിള്ളയ്ക്കാണ്. VS അച്യുതാനന്ദൻ കേരള പുരസ്കാരം നേടിയത് S രാമചന്ദ്രൻ പിള്ള. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനായി കേന്ദ്ര സർക്കാരിൻ്റെ വികസിത് ഭാരത് ബിൽഡത്തോണിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് ശുഭാംശു ശുക്ല. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനാണ് വികസിത് ഭാരത് ബിൽഡത്തോൺ. ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് ശുഭാംശു ശുക്ല. 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി അധ്യക്ഷനായി നിയമിതനായത് പ്രകാശ് രാജ്. 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി അധ്യക്ഷനായിട്ട് നിയമിതനായത് പ്രകാശ് രാജ്. നമ്മളിപ്പോൾ ഭൗതിക ശാസ്ത്ര നൊബേൽ പഠിച്ചു. അടുത്തത് നമ്മൾ രസതന്ത്രത്തിനുള്ള നൊബേലാണ് പഠിക്കുന്നത്. 2025 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത്, രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനവും 3 പേര് നേടിയിട്ടുണ്ട്. സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി. സുസുമു കിറ്റഗാവ, കിറ്റിലാണ് രസതന്ത്രത്തിനുള്ള പാക്കൊക്കെ ഉള്ളത്. രസത്തിനുള്ള പാക്ക് അങ്ങനെ ഓർക്കാം, രസത്തിനുള്ള പാക്ക് കിറ്റിലാണ് കിട്ടുന്നത്. സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി. സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ,
ഒമർ യാഗി. രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം 2025 നേടിയത് 3 പേരാണ്. സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി. കിറ്റഗാവ, റോബ്സൺ, യാഗി. കിറ്റഗാവ, റോബ്സൺ, യാഗി എന്നിവരാണ് 2025 രസതന്ത്രത്തിനുള്ള നൊബേൽ നേടിയത്. തന്മാത്രാ വാസ്തുവിദ്യയിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന ലോഹ ഓർഗാനിക് ചട്ടക്കൂടുകൾ വികസിപ്പിച്ചതിനാണ് 2025 രസതന്ത്രത്തിനുള്ള നൊബേൽ ലഭിച്ചിട്ടുള്ളത്. ലോഹ ഓർഗാനിക് ചട്ടക്കൂടുകൾ വികസിപ്പിക്കുന്നതിനാണ് സമ്മാനം ലഭിച്ചിട്ടുള്ളത്. സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി എന്നിവർക്കാണ് 2025 രസതന്ത്രത്തിനുള്ള നൊബേൽ ലഭിച്ചത്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നവി മുംബൈയാണ്. നവി മുംബൈയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം. നവി മുംബൈ. ഒക്ടോബർ 8 എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഇന്ത്യൻ വ്യോമസേനാ ദിനം. ഒക്ടോബർ 9 ലോക തപാൽ ദിനം. ലോക തപാൽ ദിനമാണ് ഒക്ടോബർ 9. ലോക തപാൽ ദിനം. ലോക തപാൽ ദിനമാണ് ഒക്ടോബർ 9. അടുത്ത നൊബേലാണ് പഠിക്കാൻ പോകുന്നത്. 2025 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് ആരാണ്? 2025 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് ആരാണ്? ഹംഗേറിയൻ എഴുത്തുകാരനാണ്. ഹംഗേറിയൻ എഴുത്തുകാരനാണ് ലാസ്ലോ ക്രാസ്നാഹോർക്കൈ. ലാസ്ലോ ക്രാസ്നാഹോർക്കൈ. ലാസ്ലോ ക്രാസ്നാഹോർക്കൈ. 2025 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് ഹംഗേറിയൻ എഴുത്തുകാരനായിട്ടുള്ള ലാസ്ലോ ക്രാസ്നാഹോർക്കൈ ആണ്. അപ്പോകാലിപ്റ്റിക് ഭീകരതയുടെ നടുവിൽ കലയുടെ ശക്തിയെ വീണ്ടും ഉറപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശക്തവും ദാർശനികവുമായ കൃതിക്കാണ് ഈ ഒരു നൊബേൽ സമ്മാനം എന്ന അർഹത അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഹംഗേറിയൻ എഴുത്തുകാരൻ ലാസ്ലോ ക്രാസ്നാഹോർക്കൈക്കാണ് 2025 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. കൈവച്ചാണ് സാഹിത്യം എഴുതുന്നത്. അപ്പോൾ ഹോർക്കൈ. അപ്പോൾ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഹോർക്കൈക്കാണ്. ഹോർക്കൈ. അപ്പോൾ ഇത് റിവൈസ് ചെയ്യാം. വി എസ് അച്യുതാനന്ദൻ കേരള പുരസ്കാരം ലഭിച്ചത്. വി എസ് അച്യുതാനന്ദൻ കേരള പുരസ്കാരം ലഭിച്ചത് എസ് രാമചന്ദ്രൻ പിള്ള. എസ് രാമചന്ദ്രൻ പിള്ളയ്ക്കാണ്. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനായി കേന്ദ്ര സർക്കാരിൻ്റെ വികസിത് ഭാരത് ബിൽഡത്തോണിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. വികസിത് ഭാരത് ബിൽഡത്തോണിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ശുഭാംശു ശുക്ലയാണ്. 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി അധ്യക്ഷനായി നിയമിതനായത് പ്രകാശ് രാജാണ്. പ്രകാശ് രാജ്. 2025 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത്. 2025 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് 3 പേരാണ്. കിറ്റഗാവ, സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി എന്നിവർക്കാണ് സമ്മാനം. ലോഹ ഓർഗാനിക് ചട്ടക്കൂടുകൾ വികസിപ്പിച്ചതിനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളമാണ് നവി മുംബൈ. നവി മുംബൈ. ഒക്ടോബർ 9 ലോക തപാൽ ദിനം. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം 2025 നേടിയത് ഹംഗേറിയൻ എഴുത്തുകാരനായിട്ടുള്ള ലാസ്ലോ ക്രാസ്നാഹോർക്കൈ. ലാസ്ലോ ക്രാസ്നാഹോർക്കൈ. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ സമഗ്രമായ ഹീമോഫീലിയ പരിചരണ കേന്ദ്രം നമ്മൾ നേരത്തെ പറഞ്ഞു കോട്ടയമാണ്. കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജാണ് ഈ ഒരു കേന്ദ്രം ആരംഭിച്ചിട്ടുള്ള സ്ഥലം. 2023 റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ മഹാനഗരം ഏതാണ്? 2023 റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ മഹാനഗരമാണ് കൊൽക്കത്ത. കൊൽക്കത്ത. 2023 റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ മഹാനഗരം കൊൽക്കത്ത. രാജ്യത്തെ ആദ്യത്തെ സഹകരണ മൾട്ടി ഫീഡ് കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് ആരംഭിച്ചത് മഹാരാഷ്ട്രയിലാണ്. രാജ്യത്തെ ആദ്യത്തെ സഹകരണ മൾട്ടി ഫീഡ് കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് ആരംഭിച്ചത് മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി വിവിധ മേഖലകളിൽ വനിതാ ജീവനക്കാർക്ക് 12 ദിവസത്തെ ആർത്തവ അവധികൾ അനുവദിച്ച സംസ്ഥാനം കർണാടകയാണ്. കർണാടക. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് വിവിധ മേഖലകളിലെ വനിതാ ജീവനക്കാർക്ക് 12 ആർത്തവ അവധികൾ അനുവദിച്ചത് സംസ്ഥാനം കർണാടകയാണ്. കർണാടക. അപ്പോൾ ഇതൊന്ന് റിവൈസ് ചെയ്യാം.
ഈ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കേരളത്തിലെ ആദ്യത്തെ സമഗ്രമായ ഹീമോഫീലിയ പരിചരണ കേന്ദ്രം കോട്ടയം. 2023 റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ മഹാനഗരം കൊൽക്കത്ത. രാജ്യത്തെ ആദ്യത്തെ സഹകരണ മൾട്ടിഫീഡ് കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് ആരംഭിച്ചത് മഹാരാഷ്ട്രയിലാണ്. രാജ്യത്തെ ആദ്യത്തെ സഹകരണ മൾട്ടിഫീഡ് കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് ആരംഭിച്ചത് മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി വിവിധ മേഖലകളിലെ വനിതാ ജീവനക്കാർക്ക് 12 ആർത്തവ അവധികൾ അനുവദിച്ച സംസ്ഥാനം കർണാടക. അടുത്തതൊരു സിനിമയെക്കുറിച്ചുള്ള ചോദ്യമാണ്. മലയാളത്തിലെ ആദ്യത്തെ 300 കോടി ചിത്രം ഏതാണ്? ലോക ചാപ്റ്റർ 1 ചന്ദ്രയാണ് കേട്ടോ. മലയാളത്തിലെ ആദ്യത്തെ 300 കോടി ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഹീറോ ഡാഡിയും കുഞ്ഞൻ ബ്രോയും എന്ന പുസ്തകം രചിച്ചത് ജി കണ്ണനുണ്ണി. ഇതാണ് ആ ഒരു പുസ്തകം, ഹീറോ ഡാഡിയും കുഞ്ഞൻ ബ്രോയും. രചയിതാവ് ജി കണ്ണനുണ്ണിയാണ് ഹീറോ ഡാഡിയും കുഞ്ഞൻ ബ്രോയും എന്ന ഈ ഒരു പുസ്തകം രചിച്ചിട്ടുള്ളത്. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് IMC-യുടെ 2025 9ാമത് പതിപ്പ് നടക്കുന്നത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് IMC-യുടെ 9ാമത് പതിപ്പാണ് 2025 നടക്കുന്നത് ന്യൂഡൽഹിയിൽ വെച്ച്. കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ അംബാസിഡർ ആരാണ്? കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ അംബാസിഡറാണ് സഞ്ജു സാംസൺ. കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ അംബാസിഡർ സഞ്ജു സാംസൺ ആണ്. ഭാഗ്യചിഹ്നം, കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം തങ്കുമുയലാണ്. കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം തങ്കുമുയൽ. സ്കൂൾ ഒളിമ്പിക്സിൻ്റെ അംബാസിഡർ സഞ്ജു സാംസൺ. ഇപ്പം എന്തൊക്കെയാ പറഞ്ഞത്? മലയാളത്തിലെ ആദ്യത്തെ 300 കോടി ചിത്രം ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഹീറോ ഡാഡിയും കുഞ്ഞൻ ബ്രോയും എന്ന പുസ്തകം രചിച്ചത് ജി കണ്ണനുണ്ണി. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് IMC-യുടെ 2025 9ാമത് പതിപ്പ് നടക്കുന്നത് ന്യൂഡൽഹിയിലാണ്. കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ അംബാസിഡർ സഞ്ജു സാംസൺ. ഭാഗ്യചിഹ്നം തങ്കുമുയൽ. 2025 സമാധാനത്തിനുള്ള നൊബേൽ. നമ്മൾ ഫിസിക്സ് പറഞ്ഞു, വൈദ്യശാസ്ത്രം പറഞ്ഞു, രസതന്ത്രം പറഞ്ഞു, അതുപോലെ സാഹിത്യം പറഞ്ഞു. അടുത്തത് സമാധാനമാണ്. 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് വെനിസ്വലയുടെ മരിയ കൊറിന മച്ചാഡോ ആണ് 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത്. വെനിസ്വലയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള നീതിയുക്തവും സമാധാനപരവുമായിട്ടുള്ള മാറ്റം കൈവരിക്കുന്നതിനുള്ള പോരാട്ടം നടത്തിയതിനാണ് മരിയ കൊറിനോ മച്ചാഡോയ്ക്ക് ഈ ഒരു സമാധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. വെനിസ്വലയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള നീതിയുക്തവും സമാധാനപരവുമായിട്ടുള്ള മാറ്റം കൈവരിക്കുന്നതിന് അവർ നടത്തിയ പോരാട്ടത്തിനാണ് ഈ പുരസ്കാരം. അപ്പോൾ 2025 സമാധാന നൊബേൽ സമ്മാനം നേടിയത് വെനിസ്വലയുടെ മരിയ കൊറിന മച്ചാഡോ. പുതിയ ബീവറേജസ് കോർപ്പറേഷൻ ചെയർമാൻ. ബീവറേജസ് കോർപ്പറേഷൻ്റെ പുതിയ ചെയർമാനാണ് MR അജിത് കുമാർ ആണ് ബീവറേജസ് കോർപ്പറേഷൻ്റെ പുതിയ ചെയർമാൻ. MR അജിത് കുമാർ. ഒക്ടോബർ 10 മാനസിക ആരോഗ്യ ദിനം. ഒക്ടോബർ 8 എന്താ നമ്മൾ പറഞ്ഞത്? ഇന്ത്യൻ വ്യോമസേനാ ദിനം. ഒക്ടോബർ 9 തപാൽ ദിനമാണ് നമ്മൾ പറഞ്ഞത്. ഒക്ടോബർ 10 മാനസികാരോഗ്യ ദിനം. ഓർക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഒക്ടോബർ 10 മാനസികാരോഗ്യ ദിനം. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ ആദ്യ മാനസികാരോഗ്യ അംബാസിഡർ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ ആദ്യത്തെ മാനസികാരോഗ്യ അംബാസിഡറാണ് ദീപിക പദ്കോൺ ആണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ ആദ്യത്തെ മാനസികാരോഗ്യ അംബാസിഡർ. ഇതൊന്ന് റിവൈസ് ചെയ്യാം. 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് വെനിസ്വലയുടെ മരിയ കൊറിന മച്ചാഡോ. ബിവറേജസ് കോർപ്പറേഷൻ്റെ പുതിയ ചെയർമാനാണ് MR അജിത് കുമാർ.
ഒക്ടോബർ 10 മാനസികാരോഗ്യ ദിനം. മാനസികാരോഗ്യ ദിനം ഒക്ടോബർ 10. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ആദ്യ മാനസികാരോഗ്യ അംബാസഡറാണ് ദീപിക പദുക്കോൺ. അടുത്തതൊരു പദ്ധതിയാണ്. കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായിട്ട് ആവിഷ്കരിച്ച കെയർ ഫോർ കെയർ പദ്ധതിയാണ് സാന്ത്വനമിത്ര. കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായിട്ട് ആവിഷ്കരിച്ചതാണ് സാന്ത്വനമിത്ര. കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായി ആവിഷ്കരിച്ച കെയർ ഫോർ കെയർ പദ്ധതിയാണ് സാന്ത്വനമിത്ര. കുടുംബശ്രീ ആരുമായി കൈകോർത്താണ് 10,000 വനിതകൾക്ക് തൊഴിലൊരുക്കുന്നത്? റിലയൻസുമായി ചേർന്നാണ് കുടുംബശ്രീ 10,000 വനിതകൾക്ക് തൊഴിലവസരം നൽകുന്നത്. കുടുംബശ്രീയും റിലയൻസും ചേർന്നാണ് ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പോൾ കുടുംബശ്രീ ആരുമായി കൈകോർത്താണ് 10,000 സ്ത്രീകൾക്ക് തൊഴിലവസരം നൽകുന്നത്? റിലയൻസ്. പൗലോ കൊയ്ലോയുടെ പുതിയ പുസ്തകം ദി സുപ്രീം ഗിഫ്റ്റ് എന്നതാണ് പൗലോ കൊയ്ലോയുടെ ഏറ്റവും പുതിയ പുസ്തകം. ദി സുപ്രീം ഗിഫ്റ്റ് ബൈ പൗലോ കൊയ്ലോ. 19 വയസ്സിന് താഴെയുള്ളവർക്കായി ദേശീയ ഫുട്ബോൾ കിരീടം നേടിയത് കേരളം. 19 വയസ്സിന് താഴെയുള്ളവർക്കായുള്ള ദേശീയ ഫുട്ബോൾ കിരീടം നേടിയത് നമ്മുടെ കേരളമാണ്. ഫൈനൽ മാച്ച് കേരളവും മേഘാലയയും തമ്മിലായിരുന്നു ഫൈനൽ മാച്ച്. 19 വയസ്സിന് താഴെയുള്ളവർക്കായുള്ള ദേശീയ ഫുട്ബോൾ കിരീടം നേടിയത് കേരളം. ഇത് അടുത്ത സെഷനായിട്ട് പറയാം. ഇത് നമുക്ക് റിവൈസ് ചെയ്യാം. കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായി ആവിഷ്കരിച്ച കെയർ ഫോർ കെയർ പദ്ധതിയുടെ പേര് സാന്ത്വനമിത്ര. കുടുംബശ്രീയും മറ്റൊരു കമ്പനിയുമായി കൈകോർത്ത് 10,000 വനിതകൾക്ക് തൊഴിലൊരുക്കുന്നു. കമ്പനി റിലയൻസ്. പൗലോ കൊയ്ലോയുടെ ഏറ്റവും പുതിയ പുസ്തകം ദി സുപ്രീം ഗിഫ്റ്റ് എന്നതാണ്. 19 വയസ്സിന് താഴെയുള്ളവർക്കായി ദേശീയ ഫുട്ബോൾ കിരീടം നേടിയത് 19 വയസ്സിന് താഴെയുള്ളവർക്കായുള്ള ദേശീയ ഫുട്ബോൾ കിരീടം നേടിയത് നമ്മുടെ കേരളം. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമാരിയ. കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. ഈ 2 പോയിന്റും ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ 2005 വിവരാവകാശ നിയമം നടപ്പിലാക്കുന്നത്. 2005 വിവരാവകാശ നിയമം നടപ്പിലാക്കിയിട്ട് 2025 ഒക്ടോബറിൽ 20 വർഷം തികയാണ്. 20 വർഷം തികയുന്ന സമയമാണ് 2025 ഒക്ടോബർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിവരാവകാശ നിയമം ഈ വർഷം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമാരിയ, കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിലാൽ. മാലിന്യ സംസ്കരണത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ വ്യാപക പരിശോധന എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ ക്ലീൻ സ്വീപ്പ് എന്ന പേരിലാണ്. ഓപ്പറേഷൻ ക്ലീൻ സ്വീപ്പ്. മാലിന്യ സംസ്കരണത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വ്യാപകമായിട്ടുള്ള പരിശോധന. മാലിന്യ സംസ്കരണത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ വ്യാപക പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ സ്വീപ്പ്. അപ്പോൾ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമാരിയ, കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ, മാലിന്യ സംസ്കരണത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ വ്യാപക പരിശോധന ഓപ്പറേഷൻ ക്ലീൻ സ്വീപ്പ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് ഈ ഒരാഴ്ചയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒരാഴ്ചത്തെ കറണ്ട് അഫയേഴ്സാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കിട്ടാത്തവ, നിങ്ങൾക്ക് 2ാമത് 3ാമത് വായിക്കുമ്പോൾ കിട്ടുന്നില്ല എന്ന് തോന്നുന്നവ പ്രത്യേകം എഴുതിയെടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് പഠിച്ചാലും കുഴപ്പമില്ല. പഠിക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളതല്ല, നമുക്ക് പഠിച്ച് ഈ ഒരു പോയിൻറ്റ്സ് ഒക്കെ കറക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന സമയത്ത് ഓർത്തെടുക്കാൻ പറ്റണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതിയെടുത്ത് തന്നെ പഠിക്കണം. ഓക്കെ, കാരണം കറണ്ട് അഫയേഴ്സ് ആണ്, നമുക്ക് എത്രത്തോളം പരിമിതികളുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.